ഓരോ സിംഗിൾ റേസ് കഴിഞ്ഞാൽ എഞ്ചിൻ റീബിൽഡ് ചെയ്യണം. പക്ഷെ റീബിൽഡ് ചെയ്താലോ ആകെ ലാസ്റ്റ് ചെയ്യുന്നത് 4 സെക്കൻഡ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ. അതങ്ങനെയാണ് എന്താ വിചാരിച്ചാൽ ഇതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 to 160 km/h ജസ്റ്റ് 0.8 സെക്കൻഡ്സിലാണ്. ഫുൾ റേസ് ലെസ് ദാൻ 4 സെക്കൻഡ്സിൽ തീരും. അതും ഫിനിഷിംഗ് സ്പീഡ് ഒക്കെ മാക്സിമം റെക്കോർഡഡ് മോർ ദാൻ 500 km/h ആണ്. പറഞ്ഞു വരുന്നത് ടോപ്പ് ഫ്യൂൽ ഡ്രാഗ്സ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഡ്രാഗ് റേസിംഗിന്റെ തന്നെ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയിലുള്ള റേസിംഗ് ആണ്. ഫാസ്റ്റസ്റ്റ് ആക്സിലറേറ്റിംഗ് കാർസ് ഇൻ ദ വേൾഡും ആണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് ഒക്കെ 10,000 11,000 ഹോഴ്സ് പവർ ഒക്കെയാണ്. ജസ്റ്റ് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്ന പോളോ, സ്വിഫ്റ്റ് ഇതൊക്കെ ജസ്റ്റ് 80 to 100 ഹോഴ്സ് പവർ ആണ്. ഈവൻ നമ്മൾ സൂപ്പർ കാർ കാറ്റഗറി പോയാലും ബുഗാട്ടി ഷിറോൺ ഒക്കെ 1400 ഹോഴ്സ് പവർ ആ റേഞ്ച് ആണ്. ഇത് 10,000 11,000. ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഇതിന് എഞ്ചിന് ക്രൈസ്ലറിന്റെ ഒരു പഴയ ഹെമിന്റെ V8 ബ്ലോക്കിൽ ബേസ്ഡ് ആണ്. പക്ഷെ കുറെ സ്പെഷ്യലൈസ്ഡ് പാർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വൺ വേർഡ് ഡെഫിനിഷൻ ഇതിന്റെ എഞ്ചിനീയറിംഗിനെ പറ്റി പറയണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്ട്രീം. ഒരു ഒറ്റ റേസ് കഴിഞ്ഞാൽ ഇതിന്റെ പിസ്റ്റണും ബെയറിംഗും റോഡും ഒക്കെ അടിച്ചു പോകും. അല്ല സിംഗിൾ റേസ് കഴിഞ്ഞാൽ എഞ്ചിൻ റീബിൽഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പൈസ എറിയാൻ പറ്റുന്ന കൂട്ടർക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എന്തുകൊണ്ട് ടോപ്പ് ഫ്യൂൽ എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ നൈട്രോമിഥെയിൻ ആണ്. ഒരു റേസിംഗ് ഫ്യൂൽ ആണ്. ഓരോ റേസ് കഴിയുമ്പോൾ എഞ്ചിൻ റീബിൽഡ് ചെയ്യേണ്ടെങ്കിലും അതൊരു ഭാഗ്യമാണ്. എന്താ വെച്ചാൽ എഞ്ചിൻ ഫുള്ളായിട്ട് പൊട്ടിത്തെറിക്കലും ഒരു സാധ്യതയാണ്. ഇതുപോലത്തെ ചെറിയ വീഡിയോന് പേജ് ഫോളോ ചെയ്യാം.